നമസ്കാരം. ഒരു ദുരന്തമുഖത്ത് ഒരു പ്രധാനമന്ത്രി എങ്ങനെ പെരുമാറണമെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വയനാടിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, വയനാടിൽ ജൂലൈ 27-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 319ഓളം ആളുകളുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 300ഓളം അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ സമയം വരെ നമ്മുടെ വയനാട്ടിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടം വരെ ഒന്ന് വരാനോ കാര്യങ്ങൾ വിലയിരുത്താനോ ഒന്നിനും അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടേയില്ല. ഇതാ നോക്കൂ, അവിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി എങ്ങനെയാകണം എന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് നരേന്ദ്രമോദി പഠിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ സന്ദർശിച്ച ശേഷം ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച അതേ വേദനയാണ് അനുഭവിക്കുന്നതെന്നാണ്. അല്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലെ നഷ്ടപ്പെട്ടവരുടെ വേദന ഇത്രയധികം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. ഇനി പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ശബ്ദം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. എല്ലാ കാര്യങ്ങൾക്കും വട്ടം നിൽക്കുന്ന ഗവർണർ പോലും പറഞ്ഞു ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്. എന്നാൽ ഇതെങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റും എന്നാണ് കേന്ദ്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണല്ലോ അമിത്ഷായൊക്കെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം പോലും. ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ജല കമ്മീഷന്റെയും ഒക്കെ മുന്നറിയിപ്പിന്റെ ഭാഗമായി പറ്റിയ പാകപ്പിഴവിന്റെ ഒരു വലിയ അനാസ്ഥയാണ്, ഒരു ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന ദിവസം വരെ പച്ച അലേർട്ടാണ് ഇവർ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ പറ്റിയ വീഴ്ച, കേന്ദ്രത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് പോലും കേന്ദ്രം ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറാകുന്നില്ല എന്നത് എത്ര ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഈ സമയം വരെ അങ്ങോട്ടേക്ക് വന്ന ഒരു കേന്ദ്രമന്ത്രി കാര്യങ്ങൾ വിലയിരുത്താനോ അല്ലെങ്കിൽ വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ തുനിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ ക്യാമ്പിൽ ചെന്ന ശേഷം അദ്ദേഹം നിരവധി ആളുകളെ കാണുന്നുണ്ട്. കണ്ട ശേഷം അദ്ദേഹം അവരോട് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് മലയാളത്തിൽ തന്നെ പറയാം. അതായത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ വീട് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ കണ്ടു. അവരോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വീടില്ലെന്ന ദുഃഖം വേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല. സുരക്ഷിതമായ സ്ഥലത്ത് വീട് നൽകാൻ നടപടി ഉണ്ടാകും, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും, ഇതെന്റെ ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മൂലം വിവാഹം മുടങ്ങിയെന്ന വേദന പങ്കുവച്ച ആ ഒരു ഉമ്മയോട് പറയുന്നുണ്ട്, വിവാഹം ഞങ്ങൾ നടത്തിത്തരും, അതിന് വേണ്ട സൗകര്യങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ തേടിയെത്തും എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹം കാണുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കുട്ടികളെ കാണുന്നുണ്ട്. ആ കുട്ടികളുടെ അടുത്ത് ആ കുട്ടികൾ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ്, ഈ ചിത്രം ഞാൻ വരച്ചതാ, ഒപ്പിട്ട് തരാമോ? അപ്പോൾ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും നന്നായി മോൻ വരച്ച ചിത്രത്തിൽ ഞാൻ എങ്ങനെയാ ഒപ്പിടുക? മോൻ ഇതിൽ ഒപ്പിട്ട് എനിക്ക് തരാമോ? ഞാൻ കൊണ്ടുപോകാം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ കരുതൽ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ നിരവധി ആളുകളെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നുണ്ട്. ചിലരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ചില ആളുകൾ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ഒരു അഭിമാനമാണെന്ന് പറയാതെ വയ്യ. ഇങ്ങനൊരു അവസ്ഥയുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ആദ്യം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ പ്രവർത്തകരെ മുഴുവൻ ദുരന്തമുഖത്തേക്ക് ഇറക്കണം എന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ദുരന്തമുഖത്ത് വേണം, നിർബന്ധമായും പോകണമെന്ന് പറയുന്നു. ശേഷം എല്ലാവരും തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം ഉണ്ടായത് മുതൽ തന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, കേന്ദ്രം കൂടുതൽ സഹായങ്ങൾ നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ലോകസഭയിലും രാജ്യസഭയിലും LDF-ന്റെയും UDF-ന്റെയും MP-മാരുടെ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കുകയാണല്ലോ. സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിക്കുക, അങ്ങേര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ, എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്രം നൽകുമെന്നൊക്കെ പറയുമ്പോഴും സുരേഷ് ഗോപി ആ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അമൃതയാണോ അതോ കൈരളിയാണോ? അദ്ദേഹത്തിന് ഏതാണ് ചാനൽ എന്നാണ് അറിയേണ്ടത്. സെലക്റ്റീവ് ആയിട്ടുള്ള ചാനലുകളുടെ മുമ്പിൽ മാത്രമാണല്ലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി പ്രതികരിക്കുള്ളൂ. അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഒന്നും കാണാൻ പാടില്ല. മാത്രമല്ല അദ്ദേഹം പറയാണ് സ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് എത്ര വട്ടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു? ലോകസഭയിൽ അദ്ദേഹം ഉണ്ടല്ലോ, ലോകസഭയിൽ അദ്ദേഹം തന്നെ കണ്ടല്ലോ UDF-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെയും MP-മാരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവിടെ ആ കേന്ദ്രം വേണ്ട രീതിയിലൊക്കെ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിയത് ഇദ്ദേഹം ഒന്നും കേട്ടില്ല. ഇദ്ദേഹം കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല,
കേരളത്തിന് വേണ്ട ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി പോലും ഈ സുരേഷ് ഗോപി ശ്രമം നടത്തുന്നില്ല. കേന്ദ്ര സഹമന്ത്രിയാണ്, കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഇന്ന് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വയനാടിന് കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നും വയനാട്ടിൽ തന്നെ തുടരുകയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും കൂടെയുണ്ട്. എന്തായാലും ചേർത്ത് നിർത്തുകയാണ് കേരളത്തിന്റെ ശബ്ദമായി തന്നെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മാറുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയാണ്. വേണ്ട സഹായങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് രാഹുൽ ഗാന്ധി പറയുകയാണ്. എന്തായാലും ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ വയനാട്ടിലെ ജനതയെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടി ശബ്ദമുയർത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വരാൻ വൈകി എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്കൊക്കെ ബദലായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി, എവിടെയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നൊക്കെയാണ്. അതിനൊക്കെ എവിടെ ഉത്തരം? ഒരു ഉത്തരവുമില്ലല്ലോ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഇവിടെ വരാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ ഇവിടെ എത്തേണ്ട ആളല്ലേ ഈ പറയുന്ന നരേന്ദ്രമോദി. അദ്ദേഹം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഇതുവരെ ആരും തന്നെ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വലിയ ഒരു ആശ്വാസത്തോടു കൂടി തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. കാരണം ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാനോ ആരും മുതിരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയമില്ല. അല്ലെങ്കിലും നമ്മളിത് ആരോടായി പറയുന്നത്? മണിപ്പൂരിൽ വലിയ കലാപമുണ്ടായപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നിലത്ത് ചാടിക്കാത്ത, അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചല്ലേ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓടിയെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ കൂടി പാടില്ല എന്ന് നമ്മളെ, കേരളത്തിലുള്ളവരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്തായാലും ഈ സമയവും കടന്നുപോകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അടിച്ച് കളിക്കാനും വീടിന്റെ മേലെ ഇങ്ങനെ രക്ഷപ്പെട്ടതിന് കൂടെ ഇങ്ങനെ മേലെത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. कहाँ यूपी कहाँ सोनभद्र। क्या करते हैं यहाँ पर? क्या करते हैं? सब साथ में घबरा गए।